NSS SNDP ഐക്യം അസംബന്ധമെന്ന് കേരള പുലയ മഹാസഭ. ഐക്യം കേവലം രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും നായർ ഈഴവ ഐക്യം പുതുമയുള്ളതല്ല എന്നും പുന്നല ശ്രീകുമാർ വിമർശിച്ചു. ഹിന്ദുക്കളിൽ ഭൂരിഭാഗത്തിനും പ്രയോജനം ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഹിന്ദു സമൂഹത്തിൽ തന്നെ മഹാഭൂരിപക്ഷം വരുന്ന പാർശ്വവൽക്കൃതരായിട്ടുള്ള സംവരണീയരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഐക്യം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ പുരോഗതി ഉണ്ടാവും അല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. പുന്നല ശ്രീകുമാർ KPMSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇദ്ദേഹത്തിന്റെ മെയിനായിട്ടുള്ള തൊഴിൽ എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുടെ അടുക്കളയിലേക്ക് എത്തി നോക്കുക എന്നാണ്. പുള്ളി ഒരു കടുത്ത CPI അനുഭാവിയാണ്, അല്ലെങ്കിൽ CPIയുടെ പ്രവർത്തകനാണ് എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഈ CPIയും KPMSുമായിട്ട് എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്ന സമയത്ത് നമ്മുടെ വിക്കിപീഡിയയിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1000 എബോ എന്നാണ്, 1000 മുകളിൽ എന്നാണ്. പക്ഷേ 2800ഓളം വരുന്ന അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അത് താഴേക്കിടയിലുള്ള ആളുകൾ മരണപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ പല രേഖകളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യത്യസ്തമായ എണ്ണമാണ്. എന്തായാലും മിനിമം 1000 മുകളിൽ മരിച്ചിട്ടുണ്ട്. ഈ മരിച്ച ആളുകൾ ഭൂരിപക്ഷം പേരും വരുന്നത് ഹൈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ വിഭാഗവും തമ്മിലുള്ള ഏക ബന്ധം. എങ്ങോ കിടന്ന് പാമ്പ് കടിച്ച് മരണപ്പെട്ട P. കൃഷ്ണപിള്ള വരെ ഈ സ്മാരകത്തിൽ മരണപ്പെട്ട ആളുകളിൽ ഒന്നാമത് നിൽക്കുന്നു എന്നത് അത്ഭുതപ്പെടാനൊന്നുമില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം എടുക്കുന്നത് 1937 രേഖകൾ പറയുന്നുണ്ട്. ഇന്ത്യയിൽ അത് ഏതാണ്ട് 1924 പറയുന്നു. ഇവരെ ഈ ഭാഗത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ നേടിത്തന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ പറയുന്നത് പോലെ 2015 ഉമ്മൻചാണ്ടി സർക്കാരിരുന്ന സമയത്താണ് ഓഗസ്റ്റ് 28 ഒരു അയ്യൻകാളിയുടെ ജന്മദിനം ഒരു അവധിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊടുക്കുന്നത് 2015. അന്ന് ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. ആ വർഷം തന്നെ ഒരു കോളേജും അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. അതാണ് 2021 ഉദ്ഘാടനം നടന്ന അക്മാസ് അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഇപ്പോൾ ഇവർ എന്തൊക്കെയോ നേടിത്തന്നു എന്ന് പറയുന്നു. ഇവിടെ അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് കുറേ സമരങ്ങൾ നടന്നിട്ടുണ്ട്. വില്ലുവണ്ടി യാത്ര, കല്ലുമാല സമരങ്ങൾ, അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സമരങ്ങളും നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ 1905 1893 1914 ഒക്കെയാണ്. ഈ വില്ലുവണ്ടി യാത്ര നടക്കുന്നത് 1914. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ടും ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സമരം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന, അല്ലെങ്കിൽ അന്ന് കേരളം ഒരു സംസ്ഥാനമായിട്ടില്ല, നമ്മുടെ ഈ നാട്ടുരാജ്യത്ത് നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ വരുന്നതിന് മുമ്പാണ്. പക്ഷേ ഇവരവകാശപ്പെടുന്നത് ഇവരെന്തൊക്കെയോ നേടിത്തന്നു എന്നാണ്. ഈ പുന്നല ശ്രീകുമാർ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെയാണ്. ഇവർ ഒരു മുട്ടുസൂചിയുടെ നേട്ടം പോലും ഉണ്ടാക്കി തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ വിദ്യാഭ്യാസ ഫണ്ടുകൾ തടഞ്ഞു വെച്ചിരിക്കുക, അത് 500 കോടി രൂപയോളം തടഞ്ഞു വെച്ചിരിക്കുന്നു. 120 കോടിയോളം രൂപ വെട്ടിക്കുറച്ചു. ഇതിനെപ്പറ്റിയൊന്നും പുന്നല ശ്രീകുമാറിന് സംസാരിക്കാൻ ഇല്ല. കേരളത്തിൽ നിന്ന് SC വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രിയില്ല. മറ്റുള്ള വിഭാഗത്തിൽ നിന്ന് ഒരു 14% ഒരു വിഭാഗത്തിൽ നിന്ന് 9 മന്ത്രിമാർ, 22 വിഭാഗത്തിൽ ഒരു 6 മന്ത്രിമാർ, അതൊക്കെയാണ്. 26% മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 2 മന്ത്രിയാണുള്ളത്. അങ്ങനെ പല കാര്യങ്ങളിലും ഈ ഒരു പട്ടികജാതി പട്ടിക വിഭാഗത്തെ അവഗണിക്കുമ്പോൾ പുന്നല ശ്രീകുമാറിൻ്റെ വായിൽ പഴം തിരികെയിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി ഇപ്പോഴും പറയുന്നത് അവിടെ ശബരിമല പെണ്ണുങ്ങളെ കയറ്റാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ എന്ത് വൃത്തികേടുകൾക്കും ഇയാളെ കൂട്ടുനിൽക്കുകയാണ്. സ്വന്തം ജനത്തിനെ അതിന് വേണ്ടിയിട്ട് അണിനിരക്കാൻ അങ്ങേര് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള KPMSൽ ഏതാണ്ട് 1,40,000-ഓളം കുടുംബങ്ങളുടെ മെമ്പർഷിപ്പ് ഉണ്ട്. ഇത്രയും ആളുകളെയാണ് ഇദ്ദേഹം പച്ചയ്ക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാ ആളുകളും കേൾക്കണ്ട, ഇത് മിനിമം ഈ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളെങ്കിലും കേട്ടിരിക്കണം. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിനെ പോലുള്ള കുറേ ആളുകളുണ്ട്. മരിച്ചുപോയ നീലകണ്ഠൻ മാസ്റ്റർ, പുള്ളി സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് BJPയിൽ പോയ ആളാണ്. BJPയിൽ വൈക്കത്ത് പോയി തെരഞ്ഞെടുപ്പിന് അതിജീവിച്ച ആളാണ്. തോറ്റ് പൊട്ടി പാളീസായി. അതുപോലെ തുറവൂർ സുരേഷ്
അങ്ങനെയുള്ള കുറേ കപട നേതാക്കന്മാർ ഇതിൻ്റെ ഇടയിലുണ്ട്. കേരള കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞ പോലെ എ മുതൽ ഇസഡ് വരെയുള്ള ഗ്രൂപ്പുകളും ഇസഡ് വരെയുള്ള സംഘടനകളും ഇതിൻ്റെ ഇടയിലുണ്ട്. ഒരുപാട് നേതാക്കന്മാർ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഇനിയെങ്കിലും സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. കാരണം എല്ലാവരും സാമ്പത്തികമായിട്ട് മുന്നോക്കമാണെങ്കിൽ പോലും വിദ്യാഭ്യാസപരമായിട്ട് എല്ലാവരും ഒരുപാട് മുൻപിൽ തന്നെയാണിപ്പോൾ. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വോട്ടെങ്കിലും അർഹതപ്പെട്ടവന് ചെയ്യാൻ നിങ്ങൾ തയ്യാറാക്കണം. ഇതുപോലുള്ള കപട ചിന്താഗതിയുള്ള കുറേ നേതാക്കന്മാരുണ്ട്. അവരവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളാണ്. അവരെ പോലുള്ള ആളുകളെ മാറ്റി നിർത്താൻ നിങ്ങൾ ഇനിയെങ്കിലും തയ്യാറാവണം. അല്ലെങ്കിൽ വരും തലമുറ പോലും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. കുറേ നേതാക്കന്മാർ നിങ്ങളെ ശ്രദ്ധിച്ചാലറിയാം. ഈ പറയുന്ന NSSനെയും അല്ലെങ്കിൽ SNDPയെയും മറ്റുള്ള സമുദായ മതത്തിനെയും ഒക്കെ കുറ്റം പറയുന്ന ഇവനെ പോലെയുള്ള നേതാക്കന്മാരായിട്ടുള്ള നാറികൾ, ഇവന്മാർ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ്. അങ്ങനെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വോട്ടിന് വേണ്ടിയിട്ടോ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടോ ജാതിയും മതവും ഒക്കെ പറയുന്ന ആളുകൾ അവരുടെ കുടുംബത്തിൽ ഇവന്മാരുടെ മക്കളും അല്ലെങ്കിൽ അവർ പോലും വിവാഹം കഴിച്ചു വന്നിരിക്കുന്നത് മുന്നോക്ക വിഭാഗത്തിൽ നിന്നും മറ്റു മതത്തിൽ നിന്നും ഒക്കെയാണ്. അപ്പോൾ സ്വയം വിഡ്ഢികളാകാതിരിക്കുക. നിങ്ങളുടെ വോട്ട് ഈ സൈസ് അലവലാദികൾ പറയുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യാതെ